ഹരേ കൃഷ്ണ, വെൽക്കം ബാക്ക് ടു കൃഷ്ണമദ്രസ്തു. ആഫ്റ്റർ എ ലോങ് ടൈം ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മറ്റൊന്നല്ല, പോഹയാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഞാൻ ഇന്ന് പോഹ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും വെജിറ്റബിൾസാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം, ഇഷ്ടമില്ലാത്തത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാം ഞാൻ ഇങ്ങനെ ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ക്യാബേജ് എടുത്തിട്ടുണ്ട്, അതുപോലെ ക്യാരറ്റ്, പിന്നെ പൊട്ടറ്റോ അതിങ്ങനെ സ്ക്വയറായിട്ട് ചെറുതായിട്ട് എടുത്തത്, പിന്നെ നമ്മുടെ ഗ്രീൻ പീസ്, പിന്നെ നിലക്കടല, പിന്നെ ഇഞ്ചി പച്ചമുളക് ചതച്ചത്, പിന്നെ ഒരു കറിവേപ്പിലയും ചെറിയൊരു ലൈമും എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ അവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഈ അരിപ്പ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്ത് വെച്ചു. പിന്നെ അതിലോട്ട് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും പഞ്ചസാരയും കൂടെ ചേർത്തിട്ടാണ് ഇത് മിക്സ് ചെയ്ത് വെച്ചത്. ഞാൻ ഈ ഒരു ചെറിയ കടായിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ള സാധനങ്ങൾ, ഓയിൽ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ആ ഓയിൽ ഒഴിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഈ നിലക്കടല ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയുക, നല്ല പോലെ വറുക്കണ്ട, ജസ്റ്റ് അതിനൊന്ന് ജസ്റ്റ് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ നമ്മുടെ ഉരുളക്കിഴങ്ങിനെയും നമ്മളങ്ങനെ ചെയ്യണം. ഉരുളക്കിഴങ്ങ് വളരെ ചെറിയ ക്യൂബായിട്ട് കട്ട് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് അതിനെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും, അല്ലാതെ അത് വേവത്തില്ലല്ലോ. അപ്പോൾ ഇതിൽ ഈ കട്ടിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ അമ്മ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ കട്ടിംഗ് ആണ്, വെജിറ്റബിൾസിൻ്റെ കട്ടിംഗ് ആണ് ആ ഒരു റെസിപ്പീൻ്റെ ഏറ്റവും വലിയ എന്തായിട്ട് മാറുന്നത്, മെയിൻ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പം കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് എൻ്റെ കട്ടിങ് കേട്ടോ. ഞാൻ മുന്നേ ഒക്കെ ഭയങ്കര ബോറായിട്ടായിരുന്നു കട്ട് ചെയ്യുക, അപ്പോൾ ഇപ്പോൾ കുറച്ച് സെറ്റായിട്ടുണ്ട്. ഞാൻ ഈ ഒരു പാത്രത്തിലാണ് ഇത് കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഗീ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലോട്ട് ഞാൻ ഈ ഇത് പറഞ്ഞു പോയിട്ട് നമ്മുടെ കടുക് ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഞാൻ കടുക് ഇട്ടിട്ടുണ്ട്. ഇനി കടുക് ഇട്ടതിന് ശേഷം നമ്മുടെ ഇഞ്ചി പച്ചമുളക് ചതച്ചും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം കുറച്ച് സിമ്മാക്കാൻ മറന്നുപോയി, അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇതാവുന്നുണ്ട്. നമ്മൾ സിമ്മാക്കിയിട്ട് വേണം അതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇവിടെ ക്യാബേജ് ആഡ് ചെയ്യാം. ക്യാബേജ് നല്ലപോലെ വാഴണം. അതിന് ശേഷം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻ്റ് ഇടാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് ടൈം കൊടുത്തിട്ട് തന്നെ നന്നായിട്ട് സിമ്മിലാക്കി വെക്കാനായിട്ട് ട്രൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത്. അപ്പോൾ അത് പെട്ടെന്ന് വാടുമെന്ന് പറയുന്നേക്കാം. പിന്നെ നമ്മൾ ഫ്രഷ് പട്ടാണിയില്ലേ, ഗ്രീൻ പീസ്, അതാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ക്യാരറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ചെറുതാക്കി കട്ട് ചെയ്യാം. പക്ഷേ എനിക്ക് ഹാഫ് കുക്കായിട്ടുള്ള ക്യാരറ്റ് കടിക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കുറച്ചുകൂടി വലുതായിട്ട് കട്ട് ചെയ്തത്. പിന്നെ നമ്മുടെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത്. പിന്നെ ഈ ഒരു സാധനത്തിന് വേണ്ടി മാത്രമുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ നമ്മുടെ നിലക്കടലയും ഉരുളക്കിഴങ്ങും കൂടെ ഈ സമയത്ത് ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ മസാലാസ് ഒന്നും ഇല്ലാതെ വേണേൽ ഉണ്ടാക്കാം. പക്ഷേ ഞാനിവിടെ കുറച്ച് ചാറ്റ് മസാല ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു ഇതിലോട്ട് നമ്മുടെ അവിൽ, നനച്ച് വെച്ച അവിൽ ഇപ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഈ ഒരു അവിൽ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ എന്താ പറയുക, മട്ട അവിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഈ ഒരു കളറിൽ, അപ്പോൾ നമുക്ക് പല ടൈപ്പ് അവിലുണ്ട്, വൈറ്റ് കളറ്, വലിയ അവിൽ എന്നൊക്കെ ഉണ്ട്. ഞാൻ സാധാരണ നമ്മളെ നാട്ടിലെ അവിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ആ നാരങ്ങ ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം. പിന്നെ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ നാരങ്ങയുടെ ഈ ഒരു ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നാരങ്ങ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇനി നമുക്കിതെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് മല്ലിച്ചപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഒരു ഫ്ലേവർ. അപ്പോൾ മല്ലിച്ചപ്പ് കുറച്ചും കൂടെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സംഭവം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ വേറൊരു വീഡിയോ കാണുന്നവരേക്കും ഹരി ബോൾ, ഹരേ കൃഷ്ണ.